നോരക്കുട്ടി നോരക്കുട്ടി വിശക്കുന്നുണ്ടാ? ഹായ് എവ്രി വൺ. ഹലോ പറയണോ? ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹലോ പറയുന്നതായിരിക്കും. ടുഡേ ഈസ് December 19th, 2025. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയാവാനായി. ഒരു എന്താണ്, മൈക്ക് വേണോ? കുറച്ച് ഈ ആഫ്റ്റർനൂണാണ് ഇപ്പം. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2 days ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വന്നു. ആൻഡ് വി ആർ ജസ്റ്റ് ലൈക്ക് ചില്ലിങ് അറ്റ് ഹോം, മമ്മ ആൻഡ് ബേബി. ആൻഡ് വെതറും പുറത്ത് അടിപൊളി വെതറാണ്. ഇറ്റ്സ് കോൾഡ് ഔട്ട് സൈഡ്, ഇറ്റ്സ് സ്നോയിങ് ഔട്ട് സൈഡ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് എ റിയലി നൈസ് വെതർ ടു കഡിൽ മൈ ബേബി. അല്ലേ അല്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങൾ. വി ആർ സ്റ്റിൽ ഗെറ്റിംഗ് യൂസ് ടു എന്താ പറയുക, എങ്ങനെ ഒരു വാവേനെ നോക്കാമെന്ന് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എങ്ങനെയാണ് ഒരു വാവേനെ നോക്കാൻ തന്നെ പഠിച്ചു വരുന്നത്. ബിക്കോസ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ബേബി ആൻഡ് ഐ എം സ്റ്റിൽ റിക്കവറിങ് ഫ്രം മൈ പ്രസവം. അപ്പം റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ലേൺ ചെയ്യുന്നു പല കാര്യങ്ങളും. അതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് വിശേഷങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന പല വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വ്യത്യാസങ്ങളാണ്. ഭയങ്കര എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യത്യാസങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് മാത്രമല്ല, ആകാശ് പ്രദീപിനും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ബിക്കോസ് വി ആർ ജസ്റ്റ് ലൈക്ക് ന്യൂ പേരൻറ്റ്സ് ഇൻ ടൗൺ. സോ ആ ഒരു വ്യത്യാസങ്ങൾ ഡെഫിനറ്റ്ലി ഇഫ് യു ആസ്ക് മീ ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് 100% വർത്ത് ഇറ്റ്. ഓരോ ഉറക്കമില്ലാത്ത രാത്രിയും ഐ ഫീൽ ഇറ്റ്സ് 100% വർത്ത് ഇറ്റ് ഫോർ മീ റൈറ്റ് നൗ. കാരണം ഈ ഒരു ടൈനി ഹ്യൂമൻ്റെ കൂടെയുള്ള ആ കുറച്ച് പുതിയ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷ്യസ് ആണ്. വെരി വെരി പ്രഷ്യസ്. ഐ ഹോപ്പ് ഇറ്റ്സ് പ്രഷ്യസ് ഫോർ യു ടു മൈ ലവ്. ഷുട്ടുമണി. എന്താ പറയുക, പുതിയ വാവ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ഭയങ്കര മണമാണ് ഈ പുതിയ സാധനത്തിന്. ഷി സ്മെൽസ് ലൈക്ക് ഗോർജിയസ്. പിന്നെയുള്ള വ്യത്യാസങ്ങൾ എന്താ, ഉറക്കം എൻ്റെ വ്യത്യാസമല്ല, അതോ വ്യത്യാസമൊന്നുമല്ല, സ്ഥിരമുള്ള സാധനമാണ്. പക്ഷേ ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് അധികം കൂടുതലാണെന്ന് മാത്രം. ബിക്കോസ് ഐ എം റിക്കവറിങ് ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ. ഉറക്കം. നോറയ്ക്കും ഫുൾ ടൈം ഉറക്കം തന്നെയാണ് അല്ലേ? നോറ ബേബി ഓൾസോ ഫുൾ ടൈം ഉറക്കം. പിന്നെ പുതിയ ഒരുപാട് കാര്യങ്ങൾ ഈ കുറച്ച് ദിവസത്തിൽ ലേൺ ചെയ്തു. സോ ടുഡേ ഈസ് December 19th. അപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 12 days ആയി. So 12 days of postpartum and I really feel like I'm taking it like a champ. Wink. And also about my birthing blog. അതിനെക്കൊണ്ട് 2 വാക്ക് എനിക്ക് പറയാനുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഞാനത് പോസ്റ്റ് ചെയ്തത് എൻ്റെ മനസ്സിൽ ഒന്നും വിചാരിക്കാനാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ആൻഡ് അതിന് കിട്ടിയ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ് ഫോർ മീ. ഭയങ്കര പ്രഷ്യസ് ആണ്. അതിനകത്ത് വന്ന ഓരോ കോമെൻറ്റ്സും എല്ലാത്തിനും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ all those beautiful comments to all of you. ഒരുപാട് ആൾക്കാർ വളരെ പേഴ്സണലായിട്ട് തന്നെ വിളിക്കുകയുണ്ടായി ചിലവരൊക്കെ. ആൻഡ് എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ സോ മെനി പീപ്പിൾ ടെല്ലിങ് ലൈക്ക് ബ്ലെസ്സിങ്സ് ഫോർ നോര. ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ബ്ലെസ്സിങ്സ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് I really appreciate your time for like ആ ഒരു ഫുൾ വീഡിയോ വാച്ച് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ആ ഒരു പേഷ്യൻസ് അപ്രിഷിയേറ്റബിൾ ആണ്. അപ്രിഷിയേറ്റ് ചെയ്യുന്നു ഞാൻ റിയലി. ആൻഡ് ഓൾസോ ദർ ഇസ് ദിസ് വൺ ഫുട്ടേജ് ദാറ്റ് ഐ റിയലി വോണ്ട് ടു ഷെയർ വിത്ത് യു ഗൈസ്. ഞാൻ ലേബർ റൂമിൽ നിന്ന് ഞാൻ വീൽ ചെയറിൽ വരുന്ന സമയത്ത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ ഫുൾ ഫ്രണ്ട്സ് ഇവിടെ എന്ന ലേബർ റൂമിൻ്റെ പുറത്ത് രാത്രി 2 മണിയാണ് സമയം എന്ന് ഓർക്കണം. ഇറ്റ്സ് 2 AM ആൻഡ് ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ് ദേ ജസ്റ്റ് കെയിം ടു സീ മീ ആൻഡ് മൈ ബേബി. ദാറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. ചില ആൾക്കാർ ഇവിടെ, ഞാനിപ്പോൾ റെജാനിലാണ്, യോക്ടണിന്ന്, ഇന്ത്യൻ ഹെഡ് എന്നൊക്കെ വന്ന് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് സോ ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ഓൾ ദോസ് പീപ്പിൾ ബൈ മൈ സൈഡ്. കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബ്ലഡ്. ബ്ലഡ് റിലേറ്റീവ്സിനെ കാണും നമ്മൾ ചില സമയം. എനിക്ക് അന്നേരം അതാണ് കേട്ടോ തോന്നിയത്, ഇവരൊന്നും എൻ്റെ ബ്ലഡല്ല. പക്ഷേ ബ്ലഡിനെക്കാളും ഉപരി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്സ് എനിക്കുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷം എനിക്ക് തരുന്നൊരു കാര്യമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ച് വന്നാൽ മതിയായിരുന്നു എന്നായിരുന്നു
ഞങ്ങൾക്ക് എല്ലാവർക്കും. ഹോസ്പിറ്റലിൽ ഞാനും ആകാശ് പ്രദീപും അമ്മയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കും എങ്ങനെയെങ്കിലും വാവേനെ കൂട്ടി വീട്ടിലേക്ക് വന്നാൽ മതി എന്നായിരുന്നു. കാരണം ഡെഫിനറ്റ്ലി വീട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കംഫർട്ട് സോൺ അല്ലേ. സോ എങ്ങനെയെങ്കിലും ആ ഒരു കംഫർട്ട് സോണിലേക്ക് വന്നാൽ മതി എന്നായിരുന്നു. പിന്നെ ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് എങ്ങനെയാണ് ബേബീനെ ഫീഡ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ദാറ്റ് വാസ് ലൈക്ക് വെരി റഫ്. ഞാനും പഠിക്കുന്നതാണ്, ബേബിയും ലാച്ച് ചെയ്യാൻ പഠിക്കുന്നതാണ്. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി ഡിഫിക്കൾട്ട് ആദ്യത്തെ കുറച്ച് വീക്ക്. അതുകൊണ്ടാണ് അന്നേരം പെട്ടെന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാഞ്ഞ. ഐ വാസ് ജസ്റ്റ് ലൈക്ക് ടേക്കിംഗ് മൈ ടൈം ടു റെസ്റ്റ് ആൻഡ് ബോണ്ട് വിത്ത് മൈ ബേബി ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉഷാറാണ്. പാല് കുടിക്കാനും ഞങ്ങൾ ഉഷാറാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതാണ് പറയേണ്ട വേറൊരു കാര്യം. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മദർഹുഡ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് എൻ്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇപ്പോഴല്ലേ. അപ്പം ഐ വുഡ് സേ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് സോ ഫാർ. ആൻഡ് ഐ റിയലി ഹോപ്പ് മദർഹുഡ് അങ്ങ് വരെ എത്ര ദൂരം വരെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ബേബീനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പം നമ്മൾ കയ്യിൽ പിടിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ഒരു കാർ സീറ്റിലാണ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ആ കാർ സീറ്റിൻ്റെ എങ്ങനെ നമുക്ക് ബേബീനെ ആ ഒരു കാർ സീറ്റിൽ വെക്കാം, ഇതൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേഴ്സ് നമ്മളെ പറഞ്ഞുതരും. ആൻഡ് നേഴ്സ് ആ കാർ സീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം, അതായത് ഈ കാർ സീറ്റിന് എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് മെയ്ഡ് ഇൻ കാനഡ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ബേബീനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അവർ ചെക്ക് ചെയ്യണം. നേഴ്സ് വിൽ ചെക്ക് എവറിത്തിങ് തറലി. എന്നിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ആ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇന്നത്തെ പോലെ തന്നെ പുറത്ത് കുറച്ച് ഗ്രേ ആയിരുന്നു, കുറച്ച് സ്നോഫോൾ ഉണ്ടായിട്ടില്ല. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് പ്രിറ്റി കോൾഡ്. ഒരു -25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവേനെ ആദ്യമായിട്ടല്ല നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഐ വാസ് ലൈക്ക് കൈൻഡ് ഓഫ് സ്കേർഡ് ബിക്കോസ് ആ ഒരു തണുപ്പ് വാവക്ക് എഫക്റ്റ് ആവുമോ എന്നുള്ള ഒരു പേടി, ഒരു ആങ്സൈറ്റി. ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ ഒരു കാർ സീറ്റിൻ്റെ മേലെ ഇടാൻ പറ്റുന്ന ഒരു കാർ സീറ്റ് കവർ ഉണ്ട്. അപ്പോൾ ഈ കനേഡിയൻ വിൻറ്റേഴ്സിന് അത് വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നത്. ആകാശ് പ്രദീപ് എന്ത് തോന്നുന്നു? അച്ഛ ജാക്കറ്റ് ഇടാണ്ട് വിചാരോ? അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. അച്ഛനും അമ്മയും വിളക്ക് കത്തിക്കാൻ പോയിട്ടുണ്ട്. വിളക്ക് അച്ഛൻ നമ്മൾ ഭാവിയായിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് കയറും. എന്താ ഒക്കെ ഇവിടെ വീട്ടിന് പുറത്ത്. കുഞ്ഞു വിളക്ക അച്ഛനിട്ട തിരിയാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. ഇവിടെ ഇതേയുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഒഴിയണം കേട്ടോ. ഉറക്കം വന്നിട്ട് ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ പറ്റാറില്ല. നോറക്കുട്ടി വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മാജിക്കൽ സാധനം വീട്ടിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഭയങ്കര രസമാണ് ഈ കുഞ്ഞി മക്കളെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി. വെറുതെ നോക്കിയിരിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ആഫ്റ്റർ കമ്മിങ് ഹോം, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ ന്യൂ തിങ് ഫോർ മീ ആൻഡ് ആകാശ് പ്രദീപ്. സോ
ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഞങ്ങൾ ഹെൽപ്പ് ചോദിച്ചത് അല്ലെങ്കിൽ അച്ഛനും അമ്മ ഇങ്ങോട്ട് വന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നുന്നത്. 100% ഒന്നും പറയാനില്ല. അവരുള്ളത് കൊണ്ടാണ് ലിറ്ററലി ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറച്ച് മനസ്സമാധാനം ഉള്ളത് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്തായിട്ടും ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഞാൻ അബ്സല്യൂട്ട്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഒരു വാവേനെ നോക്കുന്നതിൽ. എൻ്റെ വാവേനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ന്യൂ ബോണിനെ എടുക്കുന്നുണ്ടെങ്കിൽ ദറ്റ്സ് മൈ ബേബി. ഞാൻ വേറെ ഒരു വാവേനെ എടുത്തില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇത് ഭയങ്കര ഫ്രജൈലായിട്ടുള്ളൊരു സാധനമാണ്. ആൻഡ് താഴെ വീണാൽ എന്തെങ്കിലും പറ്റുമോ, ഐ മീൻ താഴെ ഞാൻ ഇട്ടുപോകുമോ, ഇങ്ങനത്തെ ഓരോരോ പേടിയായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനത്തെ ഓരോ പുതിയൊരു എക്സ്പീരിയൻസ് അല്ലേ ഈ ഒരു വാവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് അച്ഛനും അമ്മയും ഇൻവോൾവ് ആയതിനു ശേഷം ഇൻവോൾവ് ആയപ്പം തിങ്സ് ബിക്കെയിം മച്ച് മോർ ഈസിയർ. ലൈഫ് ബിക്കെയിം മോർ ഈസിയർ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ ആഫ്റ്റർ നോറ കെയിം ഹോം ഇവിടെ ഉറക്കം എന്തായിട്ട് സെറ്റ് ആവണമല്ലോ. വാവേൻ്റെ ഉറക്കം സെറ്റ് ആവണം, നമ്മളെ ഉറക്കം സെറ്റ് ആവണം. സോ ഫോർ ദാറ്റ് വി ഓൾ ടേക്ക് ടേൺസ് ടു ലുക്ക് ആഫ്റ്റർ ദ ബേബി. അപ്പം കുറച്ചും കൂടി റിലാക്സ്ഡ് ആണ്, മൈൻഡ് റിലാക്സ്ഡ് ആണ്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണ് എന്നൊന്നും പറയാനില്ല. ബിക്കോസ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ചിന്തിക്കുന്നത്, ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ കൂട്ടുകുടുംബമെല്ലാം ആണെങ്കിൽ അത്രയും ആൾക്കാർ ഒരു ബേബീനെ നോക്കാനുണ്ടാവില്ലേ. സോ ദാറ്റ് ഈസ് വെൻ ഐ റിയലി തിങ്ക് ഇറ്റ് റിയലി ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ്. അതിൽ ഞാൻ 100% ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ. കാണിക്കല്ല എൻ്റെ ബാബു കണ്ണിട്ടെടുക്കാനാ. പിന്നെ ബേബീൻ്റെ എല്ലാ ക്ലോത്ത്സും ഒക്കെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് വാഷ് ചെയ്യാറ്. ബിക്കോസ് ഇവിടെ നമുക്ക് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ, ഡ്രയർ അതൊന്നുമില്ല. സോ എല്ലാവരും അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്ലോറിൽ കോമൺ ആയിട്ടുള്ള ഒരു ലോണ്ട്രി സംഭവമാണുള്ളത്. സോ ഐ ഡോണ്ട് വോണ്ട് ടു പുട്ട് മൈ ബേബി സ്റ്റഫ് ഇൻ ദാറ്റ് കോമൺ ലോണ്ട്രി അല്ലെങ്കിൽ കോമൺ വാഷിംഗ് മെഷീൻ. സോ എല്ലാ സംഭവങ്ങളും അപ്പം കഴുകി ആറിയിടാറാണ് ഇവിടെ ഇപ്പോൾ പതിവ്. ആൻഡ് അപ്പം കഴുകിയിരുന്നുകൊണ്ട് ഇതങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ആൻഡ് കുറേ തുണി മടക്കാനുണ്ടാവും. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമ്പം ഈ സംഭവങ്ങളെല്ലാം കുറേ കൂടി ഈസി ആയിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കുട്ടി തുണികളെല്ലാം വേഗം തന്നെ വാഷ് ചെയ്തിട്ട് ആറിയിട്ട്, ഇവിടെയാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്നെല്ലാം ഉണങ്ങി കിട്ടും. അങ്ങനെ ഉണങ്ങാത്ത ഒരു ഇതില്ല. പിന്നെ ഇത് വളരെ തിന്നായിട്ടുള്ള ക്ലോത്ത്സ് അല്ലേ, ബേബി ക്ലോത്ത്സ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. പിന്നെ എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഈ ഒരു റിക്കവറി ബോഡി അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സംഭവത്തിലൂടെയല്ലേ പോയത്. അപ്പം ഈവൻ ദെൻ ആ ഒരു റിക്കവറി ആവുന്ന ഒരു പീരീഡും എനിക്കിവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്, സമാധാനമുണ്ട്. എനിക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് അമ്മ എപ്പോഴും ഫുഡ് ഉണ്ടാക്കി തരും, കറക്റ്റ് ടൈമിന് എനിക്ക് എല്ലാ സാധനങ്ങളും കൊണ്ടുതരും. അപ്പം ഇറ്റ്സ് റിയലി നൈസ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ ഞാൻ മാത്രം, അല്ലെങ്കിൽ ഞാനും ആകാശ് പ്രദീപും മാത്രമാണെങ്കിൽ ഐ റിയലി ഫീൽ ചില സമയം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു എക്സ്ട്രാ ഒരു ചാലഞ്ച് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതൊരു റിക്കവറിങ് സ്റ്റേജാണ്. എനിക്ക് പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. സോ അതുകൊണ്ട് തന്നെ അമ്മ ഉള്ളതുകൊണ്ട് എല്ലാ സമയം ഇങ്ങനെ ടൈം ടേബിൾ പോലെ എനിക്ക് എല്ലാ സാധനങ്ങളും അമ്മ ആക്കിത്തരും. സോ അത് കാരണം എനിക്ക് എൻ്റെ റിക്കവറി പോലും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സംഭവങ്ങളും കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വരാൻ വേണ്ടി ഡെഫിനറ്റ്ലി ഒരു ടൈം എടുക്കും എന്നാണ് എനിക്ക് ഇപ്പം കറൻ്റ്ലി ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും മാറി, എവറിത്തിങ് ചേഞ്ച്ഡ്. സോ എല്ലാം ആ ഒരു രീതിയിലേക്ക്, ആ ഒരു ചേഞ്ചിനനുസരിച്ചിട്ട് ഒരു പുതിയ റുട്ടീൻ കാര്യങ്ങൾ എല്ലാം സെറ്റാക്കാൻ വേണ്ടി, ഞങ്ങൾ ഭയങ്കര റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ആ ഒരു കുറച്ചൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടി ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പേഴ്സണലി ഐ റിയലി ഫീൽ ഈ ഒരു നിമിഷം ഈസ് വെരി പ്രഷ്യസ്, ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ. ആൻഡ് എന്നോട് പല പേരൻസും, ഇവിടെ കാനഡയിലുള്ള പല പേരൻസും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദം ആർ മൈ കൊലീഗ്സ്, അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പം ബി വിത്ത് ദ ബേബി, ബി ഇൻ ദ പ്രസൻറ്റ്. ബിക്കോസ് ഇതൊരിക്കലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്തൊരു ഭയങ്കര വിലപ്പെട്ട ഒരു സമയമാണ്. സോ
എത്ര ടൈം നമുക്ക് ബേബീൻ്റെ കൂടെ പ്രസൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ, ജസ്റ്റ് ഡു ഇറ്റ്. ഒന്നും വേറെ ചിന്തിക്കാൻ പാടില്ല. ജസ്റ്റ് ബി പ്രസൻറ്റ് വിത്ത് ദ ബേബി ആൻഡ് യു വിൽ നോട്ട് റിഗ്രറ്റ്. ഒന്നും നമ്മൾ റിഗ്രറ്റ് ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത്. സോ ഐ റിയലി വോണ്ട് ടു ഫോളോ ദാറ്റ് തിങ് ദറ്റ് ദേ സെഡ്. ആ ഒരു അഡ്വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അഡ്വൈസാണ്. ബീങ് ലൈക്ക് ബി വിത്ത് ദ ബേബി, ബീങ് പ്രസൻറ്റ് ഫോർ ദ ബേബി. ഒന്നും നമ്മൾ ആ ബേബിക്ക് വേണ്ടി ചില സമയം വർത്താനം പോലും പറഞ്ഞിട്ടില്ലെങ്കിലും ജസ്റ്റ് ലൈക്ക് ബി വിത്ത് ദം. ആ ഒരു പ്രസൻസ് ദാറ്റ് റിയലി മാറ്റേഴ്സ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ ഈ 2 ബുക്സ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ തന്നതാണ്. ബിക്കോസ് ബർത്തിങ് ക്ലാസ്സിന് പോയപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഇൻക്വിസിറ്റീവ് ആയിരിക്കും ബേബീസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റൂമിൽ അവർ വെച്ച് തന്ന 2 പുസ്തകങ്ങളാണിത്. ആൻഡ് ഇതിപ്പോൾ കളർ പുസ്തകങ്ങളാണ്. ആൻഡ് റൈറ്റ് നൗ ഈ ഒരു സ്റ്റേജിൽ അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്സാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഐ മീൻ റിസർച്ച് ചെയ്തപ്പം കണ്ടുപിടിച്ചത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബുക്സ് ഇനി വാങ്ങാൻ പോകണം. ഇത് കുറച്ചും കൂടി വലുതായും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ജീവിതം ഇത്രയധികം മാറിപ്പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ബിഫോർ ഹാവിങ് എ ചൈൽഡ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് എന്നെ തന്നെ ഞാൻ ലൂസ് ചെയ്യുമോ, എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമോ, ഹൗ വിൽ ഐ റീഗെയിൻ മൈ ഐഡൻറ്റിറ്റി, ഇങ്ങനത്തെ ഓരോരോ ഭയങ്കര ചിന്തകളായിരുന്നു. ബട്ട് സത്യം പറയാലോ, ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്, എൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ ആണ്. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി ലോസ് പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഐ റിയലി ഫീൽ ഞാൻ പണ്ടെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയ കുറച്ച് ചാലഞ്ചസ് ഉണ്ട് ആൻഡ് ഐ എം ജസ്റ്റ് ലൈക്ക് ഓവർകമ്മിങ് ഈച്ച് ഓഫ് ഇറ്റ്. അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നമൊന്നും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വാവ വന്നതുകൊണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഐ റിയലി തിങ്ക്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഇറ്റ്സ് ഇൻ യുവർ ഹെഡ് ആൻഡ് ഇറ്റ്സ് ഇൻ യുവർ മൈൻഡ് വാട്ട് യു തിങ്ക് യു ബിക്കം. ആൻഡ് ഈ ഒരു പേരൻറ്ഹുഡ് ജേർണി എന്ന് പറയുന്നത് എൻ്റെ പണ്ടത്തെ ഓരോ സ്റ്റേജസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഞാൻ പറയുകയാണെങ്കിൽ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫുൾഫില്ലിങ് സ്റ്റേജ് എന്ന് പറയും. ഫോർ മീ, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇത്രയും ഹാപ്പി ആയിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു സ്റ്റേജും എനിക്ക് തോന്നിയിട്ടില്ല. ചിലവർക്ക് അങ്ങനെ തോന്നാം, ചിലവർക്ക് അങ്ങനെ തോന്നില്ല. ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഫേസ്. ഇറ്റ്സ് എ വെരി ഇൻക്രെഡിബ്ലി ബ്യൂട്ടിഫുൾ ഫേസ്. എൻ്റെ ഉള്ളിൽ ഇത്രയും മദർ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിങ്സ് ഇത്രയും ഉണ്ട് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എവറിത്തിങ്സ് കമ്മിങ് ഔട്ട് ലൈക്ക് സൂപ്പർ എന്നൊരു ഭയങ്കര നാച്ചുറലായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. എനിക്കൊന്നും സ്ട്രെസ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ അത് വരുത്തിച്ച് എനിക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. എവറിത്തിങ് ഭയങ്കര നാച്ചുറലായിട്ടാണ് സംഭവിക്കുന്നത്. എനിക്ക് ഈ ഒരു ഹോൾ പേരൻറ്ഹുഡ്, ഞാനിപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ ഞാൻ പേരൻറ്ഹുഡ് ആ ഒരു ജേർണിയിലേക്ക് കയറിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് ലൈക്ക് എ കൾമിനേഷൻ ഓഫ് എ ലോട്ട് ഓഫ് സ്റ്റഫ് എന്നാണ്, ലോട്ട് ഓഫ് ഇമോഷൻസ് ആണ് എനിക്ക് തോന്നുന്നത് ഈ എൻറ്റയർ പേരൻറ്ഹുഡ്. എനിക്കും ആകാശ് പ്രദീപിനും ഒരേപോലെ തോന്നിയതാണത്. ഇറ്റ്സ് ചാലഞ്ചിങ്, ഇറ്റ്സ് അഡ്വെഞ്ചറസ്, ഇറ്റ്സ് ഫുൾഫില്ലിംഗ് ആണ്. ഭയങ്കര ഹോൾസമായി ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ഡെഫിനറ്റ്ലി ലൈക്ക് എ ലോട്ട് ഓഫ് ഇമോഷൻസ് കം ടുഗെദർ ഈ ഒരു പേരൻറ്ഹുഡ് ജേർണിയിൽ എന്നാണ് എനിക്ക് സോ ഫാർ എനിക്ക് തോന്നുന്നത്. ആൻഡ് ചില ദിവസങ്ങളിൽ ബേബി ഈസ് ഡെഫിനറ്റ്ലി, ബിക്കോസ് ഷീസ് ഇൻ എ ന്യൂ എൻവയൺമെൻറ്റ്, ഷീസ് ഓൾസോ ട്രൈങ് ടു കോപ്പ് ആൻഡ് അഡാപ്റ്റ് വിത്ത് എവറിത്തിങ് അറൗണ്ട് ഹെർ. സോ അപ്പം ഷീസ് ഓൾസോ ലൈക്ക് സംടൈംസ് വെരി ഫസി രാത്രിയൊക്കെ. പക്ഷേ ഈവൻ എത്ര ഉറക്കം ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാലും വാവേൻ്റെ ആ ഒരു ചിരി കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ഉള്ളിൽ നിന്നെല്ലാം എന്താ എനിക്ക് പറയാൻ അറിയില്ല, ഫീൽ സോ ഹാപ്പി വെൻ ഐ സീ ഹർ സ്മൈൽ. ഇതൊക്കെയാണ് നോറക്കുട്ടി നമ്മളുടെ ജീവിതത്തിൽ വന്നപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമല്ല വീട്ടിൽ എല്ലാവർക്കും വന്ന ആ ഒരു കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റങ്ങൾ. ആൻഡ് വി ആർ റിയലി എൻജോയിങ് പാരൻറ്ഹുഡ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആൻഡ് അത്രയേ ഉള്ളൂ, ഇന്ന് അത്രയേ ഉള്ളൂ. ഇങ്ങനെ എനിക്കിനി ഇങ്ങനെ നീട്ടി വലിച്ച് കൊണ്ടുപോയി കുറേ ഒന്നും പറയാനൊന്നുമില്ല. എനിക്ക് പറയേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ വ്ളോഗിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ. താമര
അച്ഛനെ പോലെ വളരേണം, അമ്മയ്ക്ക് തുണയായി മാറേണം. അമ്പിളി മാമൻ്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം.